ജോബ് നല്ലൊരു അപ്പച്ചനായിരുന്നു. മക്കളെ ഒത്തിരി സ്നേഹിച്ചൊരപ്പച്ചൻ. എല്ലാ അപ്പന്മാരും മക്കളുടെ തെറ്റ് ക്ഷമിക്കുന്നത് പോലെ ഇദ്ദേഹവും മക്കളുടെ തെറ്റ് അതെന്താണെങ്കിലും ക്ഷമിക്കാൻ തയ്യാറായിരുന്നു. 7 ആൺമക്കളും 3 പെൺമക്കളും പിന്നെ അവരുടെ സുഹൃത്തുക്കളും എല്ലാവരും കൂടെ ചേർന്ന് വിരുന്ന് കഴിക്കും. വിരുന്നു നാളുകളിൽ എൻ്റെ മക്കൾ ഹൃദയം കൊണ്ട് യഹോവയെ ത്യജിച്ചുവോ എന്ന് ഭയപ്പെട്ട് ആളോഹരി ഈ മനുഷ്യൻ ഹോമയാഗം കഴിക്കും. എന്താ പ്രാർത്ഥിക്കുന്നത്? കർത്താവേ, എൻ്റെ മക്കള് തെറ്റ് ചെയ്തെങ്കിൽ ക്ഷമിക്കണേന്ന്. കർത്താവ് പറഞ്ഞത് കൊള്ളാലോ, ഇവൻ എൻ്റെ ദാസനാക്കിയ കൊള്ളായിരിക്കും. ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നു, ബുദ്ധിമുട്ടുകൾ വന്നു, ഒരു മനുഷ്യനും അനുഭവിക്കാൻ കഴിയാത്ത കണക്കുള്ള ബുദ്ധിമുട്ടുകൾ വന്നു. അപ്പോൾ സുഹൃത്തുക്കൾ വന്നു, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ സഭാംഗങ്ങൾ വന്നു. ആശ്വസിപ്പിക്കാൻ വന്നവർ വീട്ടിൽ താമസിച്ച് ഇവനെ ചീത്ത പറഞ്ഞു, ടൺ കണക്കിന് ചീത്ത പറഞ്ഞു. ലാസ്റ്റ് ദൈവം പറഞ്ഞു, ജോബേ, നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കാമോ? പ്രാർത്ഥിക്കണം എന്നല്ല പറഞ്ഞ, നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ജോബ് പ്രാർത്ഥിച്ചു, കർത്താവേ അവരോട് ക്ഷമിക്കണേ, പ്രാർത്ഥിച്ചു. ദൈവം 4 പ്രാവശ്യമാണ് ജോബിന്റെ സ്നേഹിതന്മാരോട് പറയുന്നത്, എൻ്റെ ദാസനായ ജോബ്, എൻ്റെ ദാസനായ ജോബ്, എൻ്റെ ദാസനായ ജോബ്, എൻ്റെ ദാസനായ ജോബ്. കണ്ടോ, നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായി കൊടുത്തത്. പക്ഷെ എൻ്റെ എന്നുള്ള കരുതൽ 4 ഇരട്ടിയാണ്. ഇന്നും നല്ല പാസ്റ്റർമാരെ കർത്താവ് തേടുകയാണ്, സ്വന്തം മക്കളെ പോലെ സഭാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അവരുടെ കുറവുകൾ കണ്ടിട്ട് അറിഞ്ഞിട്ട് അവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ കർത്താവ് തേടുകയാണ്.